വിശുദ്ധ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. പരിശുദ്ധ പിതാവ് ലത്തീൻ ഭാഷയിൽ നടത്തുന്ന ഈ നാമകരണ നടപടിയുടെ പരിഭാഷ ഇങ്ങനെയാണ്: പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനത്തിനും കത്തോലിക്ക സത്യവിശ്വാസത്തിന്റെ പുകഴ്ചയ്ക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി കർത്താവ് മിശിഹായിൽ നിന്ന് ലഭിച്ച അധികാരത്താൽ വിശുദ്ധ ശ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആവശ്യമായ പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും സഹോദര മെത്രാന്മാരുമായുള്ള ആലോചനകൾക്കും ശേഷം വാഴ്ത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തിയെയും കാർലോ അക്വിത്തിസിനെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും നിർവചിക്കുകയും ചെയ്യുകയും വിശുദ്ധരുടെ ഗണത്തിൽ ഉൾച്ചേർക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭ മുഴുവനിലും അവർ വണക്കത്തിന് യോഗ്യരാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി ഇത്രയും ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ ഒരു മനോഹര നിമിഷം ഇത് പിയർ ജോർജോ ഫ്രസാത്തി, വിശുദ്ധ പിയർ ജോർജോ ഫ്രസാത്തി ഇന്ന് അൾത്താരയിൽ വണക്കപ്പെടുകയാണ്. ഇതുവരെ വാഴ്ത്തപ്പെട്ട പിയർ ജോർജോ ഫ്രസാത്തി ആയിരുന്നെങ്കിൽ ഈ നിമിഷം അത് പിയർ ജോർജോ ഫ്രസാത്തിയാണ്. കരഘോഷത്തോടെയാണ് ജനക്കൂട്ടം അത് സ്വീകരിക്കുന്നത്. വിശുദ്ധ കാർലോ അക്വിത്തിസ് ഇന്ന് സഭയ്ക്ക് മുഴുവനും വണക്കത്തിന് യോഗ്യനായിട്ട് ഉയർത്തപ്പെടുകയാണ്. ഇതുവരെ വാഴ്ത്തപ്പെട്ട കാർലോ ആയിരുന്നെങ്കിൽ ഇനി മുതൽ വിശുദ്ധ കാർലോ അക്വിത്തിസ് എന്ന് വിളിക്കാൻ, അദ്ദേഹത്തിന് മാധ്യസ്ഥം തേടാൻ പരിശുദ്ധ സഭയ്ക്ക് മുഴുവനും മാർപ്പാപ്പ ഇത് അവസരം ഒരുക്കിയിരിക്കുകയാണ്. കാർലോയുടെ മാതാപിതാക്കൾ അന്റോണിയ സെൽസാനോയും ആൻഡ്രേ അക്വിത്തിസും എത്രയോ കൃപ നിറഞ്ഞ ഒരു മുഹൂർത്തത്തിന് അവർ സാക്ഷികളാവുകയാണ്. തങ്ങളുടെ മകൻ ഇന്നു മുതൽ വിശുദ്ധ കാർലോ അക്വിത്തിസ് എന്ന് വിളിക്കപ്പെടുന്ന സുന്ദരമായ രംഗത്തിന് ആ മാതാപിതാക്കൾ സാക്ഷികളാവുകയാണ്.